you to everybody. Okay? Okay? Yes. ஆனாலும் கொஞ்சம் இப்போ தமிழ்ல பேசுறேன். ஏன்னா வந்து இன்டென்ஷனலி என்ன வந்து தமிழ்ல பேசணும்னு சொல்லியிருக்காங்க. மேக்ஸிமம் வந்து கேரளா ஆளுங்களுக்கும் தமிழ் நல்லா புரியும். அதனால பெரிய பிரச்சனை இல்லை. புரியும் இல்ல മനസ്സിലാവൂലേ? Yes, கண்டா. இப்போ கொஞ்ச நேரம் முன்னாடி நம்ம சுஜித் சார் மேடையில வந்த டைமில் அவர் சொன்னொரு விஷயம் இருக்கு. அவர் ஃபர்ஸ்ட் நம்ம டைமண்ட் சுரேந்திரபட் சார் ஒரு ப்ரோக்ராம் அவர் வந்து ஃபர்ஸ்ட் நான் என்னோட ஃபாதர் இல்லோ அதே மாதிரி சுஜித் சார் இவர் எல்லாரும் சேர்ந்து தான் கண்டக்ட் பண்ணேன். அந்த ப்ரோக்ராம்ல எத்தனை ஆளுங்க வந்திருக்குன்னு அவர் சொல்லலை. அந்த ப்ரோக்ராம் வட்சாரோட ப்ரோக்ராம் வந்து ஃபர்ஸ்ட் ப்ரோக்ராம் 10 பேர் தான் அட்டென்ட் பண்ணாங்க. அந்த ப்ரோக்ராம் நடக்கும்போது சுஜித் சார் சொன்ன விஷயம் இருக்கு, என்னோட ஜேபி சார் நம்மளோட ஃபாதர் சொன்ன விஷயம் இருக்கு. நெக்ஸ்ட் டைம் நீங்க வரும்போது பாருங்க 100 பேரோட கூட்டம் நம்ம பண்ண போறேன். அது சொன்ன டைம்ல வந்து யாருமே அது நம்பல. 10 പേര് വന്നാ ഇപ്പൊ പ്രോഗ്രാമുക്ക് വന്നിരിക്കാങ്ക ഇനി 100 പേര് വരെ പോലെയാ. 10 പേര് മുമ്പിൽ ഇരുന്നോണ്ട് പറഞ്ഞ കാര്യം എന്താ 100 പേര് വെച്ച് നമ്മൾ വലിയ പ്രോഗ്രാം നടത്തു പറഞ്ഞപ്പോൾ ആൾക്കാർ വിശ്വസിച്ചില്ല. ആനാ അതുക്കപ്പുറം കൊഞ്ച നാൾക്കപ്പുറം നമ്മ என்ன பண்ண நம்ம வந்து இந்த 100 பேரோட கூட்டம் 200 பேரோட கூட்டம் அந்த மாதிரி வந்தப்போ 1000 பேர் வச்சு நம்ம கூட்டம் பண்ண போறேன் அந்த மாதிரி அவர் சொன்னேன். அது சொன்ன டைம்ல என்ன நினைச்சேன் 200 பேர் 100 பேர் தான் வர்றாங்க, இது வந்து 1000 பேரோட கூட்டம் எல்லாம் வர போறது இல்லை. ஆனா கொஞ்ச நாளுக்கு அப்புறம் நம்ம என்ன பண்ண 1000 பேர் வச்சு நம்ம மீட்டிங் നടത്തിட்டாங்க, கூட்டம் നടത്തുறாங்க. കറക്റ്റ് അല്ലേ? 100 പേര് 200 പേര് ഇരുന്ന സമയത്ത് നമ്മൾ 1000 പേര് വെച്ച് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. കറക്റ്റാ? അത് കഴിഞ്ഞ് கொஞ்ச നാളുக்கு அப்புறம் நம்ம வந்து நம்ம രാജഗിരിയിലെല്ലാം 2500 3000 பேர் வச்சு ப்ரோக்ராம் பண்ணப்போ நம்ம என்ன சொன்னே 10000 பேர் வச்சு நம்ம என்ன பண்ண போறாங்க ப்ரோக்ராம் பண்ண போறாங்க. ஆனா அந்த டைம்ல வந்து நிறைய ஆளுங்க சொன்ன விஷயம் என்ன முடியாது சார், അതൊന്നും നടക്കാൻ പോകുന്നില്ല. 10000 പേര് വെച്ചിട്ട് പ്രോഗ്രാമായി 6 പേരാണ്. ഇന്ന് നോക്കിക്ക് ഇന്ന് നമ്മൾ കാണാണ് 10000 പേര് വെച്ച് നമ്മള് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. ടുഡേ വി ആർ ഡൂയിങ് ദാറ്റ്. അത് വന്ന് ലൈവിൽ നമ്മൾ കണ്ടു. പക്ഷെ ഇതിലേക്ക് വേറെ എക്സ്പെർട്ട് ഞാൻ പറയാം. ഇതിൽ വന്ന് വേറെ എക്സ്പെർட் இருக்கு சார். அப்படின்னா அந்த காலகட்டத்தில் இது சொல்லும் போது 10 பேരുടെ கூட்டத்தில் வந்து நம்ம 100 பேர் ஆகும், 100 பேരുടെ கூட்டம் வந்து 1000 ஆகும், 1000 வந்து 10000 ஆகும் சொன்ன அந்த டைம்ல சில ஆளுங்க இருந்தாங்க. ஆமா ഇവർ சொல்றது നിജന്താ, இப்படி നടക്കും, അവർ പറഞ്ഞ കാര്യം ശരിയാണ്. ഒരുപക്ഷെ എന്തുണ്ടാവും ആർസിഎമ്മിൽ നിന്ന് അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവുമെന്ന് വിശ്വസിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. அந்த ആളുകളെല്ലാം ഇപ്പോ ഫ്രണ്ട് സീറ്റിൽ ഉட்கார்ந்திருக்காங்க. അന്നേക്ക് അത് യൂസ് അത് വന്ന് യെസ് നടക്കുന്നത് യൂസ് அந்த ആളുകൾ എല്ലാം ഇന്നേക്ക് വന്ന് ഫ്രണ്ട് സീറ്റിൽ ഉണ്ടല്ലേ. അന്നത്തെ കോർ ലീഡേഴ്സും റൈസിംഗ് കോർ ലീഡേഴ്സും സ്റ്റാർ എമറാൾസും ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് അന്ന് വിശ്വസിച്ച ആൾക്കാരൊക്കെ. ഇനി ഞാൻ ഇവിടുന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇൻ വെരി നിയർ ഫ്യൂച്ചർ നമ്മൾ കേരളക്കരയിൽ ഇതേ ഓഡിറ്റോറിയത്തിൽ ഇതിനേക്കാളും വലിയൊരു ഓഡിറ്റോറിയത്തിൽ 1,00,000 ആളുകളുടെ പ്രോഗ്രാം നടത്തും. കേരളത്തിൽ 1 lakh മെമ്പേഴ്സ് ആർസിഎം മെമ്പേഴ്സ് നടത്തും നമ്മുടെ പ്രോഗ്രാം. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് മാത്രമല്ല ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിപ്പോൾ പല ലീഡേഴ്സും നിറയെ ലീഡേഴ്സ് വന്ന് അവരവരുടെ പ്രോഗ്രാം അവരുടെ ടീം പ്രോഗ്രാംസ് നടക്കുമ്പോൾ കൂടെ നമുക്ക് നാളേക്ക് വന്ന് இந்த இடம் பட்டாது, என்னோட டீம் ப்ரோக்ராம் வந்து என்னோட டீம் மட்டும் இருக்கிற ப்ரோக்ராம் கூட நமக்கு வந்து இந்த இடத்துல பண்ண முடியாது. அந்த அளவுக்கு வந்து ஆர்சிஎம்ல ஆளுங்க ஜாயின் பண்ண போறாங்க, அச்சீவரா போறாங்க. இது நம்புறீங்களா? വിശ്വസിക്കുന്നുണ്ടോ? നടക്കും, 100% നടക്കും. നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ മക്കളെ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ടാവും. എമറാൾഡ് സ്റ്റാർ എമറാൾഡ് ടെക്നിക്കൽ അച്ചീവേഴ്സും റൈസിംഗ് കോർ ലീഡേഴ്സും ആയിട്ട് നിങ്ങൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ടാവും. അതിനുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണ്. എസ്പെഷ്യലി എക്സ്ക്ലൂസീവ് തിങ് ഫോർ തമിഴ്നാടു. നമ്മ തമിഴ്നാട് ലീഡേഴ്സ്, തമിഴ്നാട് മക്കളെ നമുക്ക് പണ്ണണല്ലേ എന്താ മാതിരി പ്രോഗ്രാം തമിഴ്നാട്ടില്? റെഡിയാ? ഓക്കെ.